നമസ്കാരം. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2019 വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന കർമ്മ പദ്ധതികളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. അങ്ങനെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പരമാവധി നവംബറിന് മുമ്പ് തന്നെ തീർത്ത് ഒരു ലാഭം വിഹിതം എന്ന ഒരു ലക്ഷ്യത്തിലെത്തിക്കുകയായിരിക്കും നന്നാവുക. എന്നാൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി 2020 ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ പദ്ധതി സമർപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ ഏർപ്പെടുന്നത് അത്ര ഉചിതവുമല്ല. അതിപ്പോൾ തന്നെ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ് എന്നുകൂടി പറയുന്നു. ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാലും സൽസന്താന സൗഭാഗ്യത്തിന് യോഗം കാണുന്നുണ്ട്. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കും. ഉദ്യോഗത്തിൽ വളരെ നല്ല നിലയിലൊരു സ്ഥാനക്കയറ്റവും ഒരു മേലധികാരി സ്ഥാനവും വഹിക്കുന്നത് വഴി വളരെ കൃതാർത്ഥതയും സമാധാനവും പ്രസ്ഥാനത്തിനോട് ഉണ്ടായിത്തീരും. ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും. നിസ്വാർത്ഥ സേവനത്താൽ സർവകാര്യ വിജയം എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട്. മക്കൾക്ക് തന്നെക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആത്മാഭിമാനമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. മറ്റ് ചില വിദ്യാർത്ഥികൾ പഠനത്തിനോടനുബന്ധമായി ജോലിയും ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട്. എന്നാൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ വിദേശത്ത് സ്ഥിരതാമസമാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് കൂടി ഈ ഒരു വർഷം വളരെ അനുകൂലമായിട്ടുള്ള പ്രവേശനം ലഭിക്കുവാൻ കൂടി സാധ്യതയുണ്ട്. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. ബന്ധുമിത്രാദികൾ വിരുന്നു വരുവാനും അവരുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് പ്രവർത്തന മണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് പ്രസ്ഥാനത്തിന് ഗുണകരമായി തീരും എന്ന് മാത്രമല്ല, ഈ ഒരു സൽകീർത്തി എന്ന് പറയുന്നത് വളരെ നല്ല നിലയിലൊരു പ്രസ്ഥാനത്തിൻ്റെ മേലധികാരി സ്ഥാനത്തിന് നവംബറിന് മുമ്പ് ഒരു സ്ഥാനക്കയറ്റത്തോടു കൂടിയതായിട്ടുള്ള ഒരു അവസരവും കൂടി ഉണ്ടായിത്തീരും. ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിലുപരി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരുവാൻ യോഗമുണ്ട്. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നു. ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാനും പ്രവർത്തന തലത്തിലെത്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം 2019 അനുകൂലമായി തീരും. എന്നാൽ അവർക്ക് മൂത്രാശയ നീർദോഷ രോഗപീഠകളും ഉദര രോഗപീഠകളും സ്വല്പം രക്തശുദ്ധി കുറവൊക്കെ തന്നെ അതിനെ പരിഹരിക്കുവാനായിട്ട് ഇതിനെക്കൊണ്ട് ഈ അസുഖങ്ങളെ കൊണ്ടൊരു പക്ഷേ പ്രതിരോധ ശക്തി സ്വല്പം കുറയുവാനിടയുള്ളതിനാൽ ചിലപ്പോൾ ചില സാംക്രമിക രോഗങ്ങളോ പകർച്ചവ്യാധിയോ പിടിപെടുവാനുള്ള യോഗമുള്ളതിനാൽ ഇതിനെല്ലാം പരിഹരിക്കുവാൻ സ്വല്പം പ്രാണായാമവും വ്യായാമവും ഭക്ഷണ ക്രമീകരണങ്ങളും പ്രകൃതി ജീവന ഔഷധ രീതികളൊക്കെ വേണ്ടി വരുവാനും തിരുവോണ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഇതൊഴിച്ചാൽ എല്ലാ പ്രകാരത്തിലും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരുവാനുള്ള യോഗം തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും കുടുംബത്തിലും സാമ്പത്തികമായിട്ടുള്ള എല്ലാ മേഖലകളിലും വന്നു ചേരുവാനുള്ള യോഗം തിരുവോണ നക്ഷത്രക്കാർക്ക് 2019 കാണുന്നുണ്ട്. നമസ്കാരം.